എല്ലാവർക്കും എൻ്റെ കൂടി സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു മെഴുക്കുവരട്ടിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ചേന വെച്ചിട്ടുള്ള മെഴുക്കുവരട്ടി വളരെ സിമ്പിളാണ്. ഞാനിവിടെ കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത്. എന്നിട്ടൊന്ന് മുളകെല്ലാം പുരട്ടി ഒന്ന് എണ്ണയിൽ മൂപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. നല്ല ടേസ്റ്റാണ്. അപ്പം ഇതെങ്ങനെ ഉണ്ടാക്കാൻ നമുക്കൊന്ന് കണ്ടുവരാം. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായാണ് രുചികരം ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്യൂച്ചറിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരും. അപ്പോൾ ഇതിനു വേണ്ടി ഞാൻ ഇവിടെ ഒരു 1/2 കിലോ ചേന എടുത്തിട്ടുണ്ട്. ചേന വൃത്തിയാക്കിയതിന് ശേഷം ഇങ്ങനെ ചതുര കഷ്ണങ്ങളായിട്ടാണ് മുറിച്ചിട്ടിരിക്കുന്നത്. അപ്പം ചേന വൃത്തിയാക്കുമ്പം ചില ആൾക്കാർക്ക് കൈ ഇങ്ങനെ ഒരു ചൊറിയുന്ന പോലെയൊക്കെ വരാറുണ്ട്. അപ്പം അതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ കയ്യിൽ കുറച്ച് എണ്ണയൊക്കെ ആക്കിയതിന് ശേഷം തൊലി കളഞ്ഞെടുത്താൽ ഒരു പരിധി വരെ ആ ചൊറിച്ചിലൊക്കെ ഒന്ന് കുറഞ്ഞു കിട്ടും. 3/4 ടേബിൾ സ്പൂൺ മുളക് പൊടി. ഇത് ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു കളറിന് വേണ്ടിയിട്ട്. അപ്പോൾ സാധാരണ മുളക് പൊടിയാണ് എടുക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ എരിവിൻ്റെ അനുസരിച്ച് എടുക്കണം. ഇത്ര ആവശ്യം ഉണ്ടാവില്ല. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ജീരകം പൊടിച്ചത്. ഇപ്പം ഞാനിവിടെ ജീരകം പൊടിച്ചതാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് ജീരകം തന്നെ ചേർക്കാൻ പറ്റുന്നതാണ്. ആവശ്യത്തിന് ഉപ്പ്, കറിവേപ്പില. അപ്പോൾ ആദ്യം ചെയ്യാൻ പോകുന്നത് ഈ ചേന നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന ചേന ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചട്ടിയിലോ അങ്ങനെ വേറെ പാത്രത്തിലോ വെച്ച് വേവിച്ചെടുക്കാം. പക്ഷേ ചേന വെന്ത് വരാൻ കുറച്ച് സമയം എടുക്കുന്നതുകൊണ്ട് ഞാനിപ്പോൾ കുക്കറിലിട്ടിട്ട് വേവിച്ചെടുക്കാൻ പോവാണ്. ചേനയുടെ കഷ്ണങ്ങൾ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഈ ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മഞ്ഞൾപ്പൊടിയാണ്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ഈ ചേന ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു വെള്ളം ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരുപാടൊന്നും വേണ്ട, ഈ ജസ്റ്റ് ഒന്ന് വെന്ത് കിട്ടണം, അത്രയേ ഉള്ളൂ. ജസ്റ്റ് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു 2 വിസിൽ വന്നു കഴിയുമ്പോൾ ഇത് വെന്തുണ്ടാവും. ഞാനിത് സ്റ്റവിലോട്ട് വെച്ച് ഒന്ന് വേവിച്ചെടുക്കാൻ പോവാണ്. ചേന നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പം അധികം വേവിക്കരുത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഉടഞ്ഞിങ്ങനെ പോകും. അപ്പം ആ കഷ്ണം അതുപോലെ തന്നെ നിൽക്കണം. പക്ഷേ ഇത് വെന്ത് വന്നിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്നത് ഒരു പാൻ വെച്ചു. പാന് ചൂടായി അതിലോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. ഈ ഓയിലൊന്ന് ചൂടായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഓയിൽ ചൂടായി കഴിയുമ്പം ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മുളക് പൊടി ഒന്ന് മൂപ്പിച്ചെടുക്കണം. മുളക് പൊടി മൂപ്പിച്ചെടുക്കാൻ വേണ്ടി ഓയിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുകയാണ്. ഇതിലോട്ട് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ആ ഒരു പച്ച മണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചേന ഇതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. നന്നായിട്ട് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം എടുത്തു വെച്ചിരിക്കുന്ന ജീരകപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. നിങ്ങൾ ജീരകമാണ് ചേർക്കുന്നതെന്ന് വെച്ചാൽ ആദ്യം ഓയിൽ ഇട്ട് കഴിഞ്ഞ് ഓയിൽ ഒഴിക്കുമല്ലോ, ഓയിൽ ഒഴിച്ചതിന് ശേഷം ആ ജീരകം ഇട്ട് കൊടുത്താൽ മതി. നമ്മൾ താളിക്കുന്ന ആ ഒരു രൂപത്തിലാണ് ചെയ്യേണ്ടത്. ഇതിപ്പം ജീരകത്തിൻ്റെ പൊടി ആയതുകൊണ്ട് ഈ സമയത്താണ് ചേർത്ത് കൊടുക്കുക. ഈ ബാക്കിയുള്ള കറിവേപ്പില കൂടി ചേർക്കാം. എന്നിട്ട് ഒന്ന് ഫ്ലെയിം ഒന്ന് കുറച്ചൊരു മീഡിയത്തിലോട്ട് വെച്ച് ഒന്ന് ഇതിലുള്ള നമ്മൾ വേവിച്ചെടുത്തപ്പോൾ ഉള്ള കുറച്ചൊരു വെള്ളം ഉണ്ടായിരുന്നു ഈ ചേനയിൽ. അധികമൊന്നുമില്ല. അതിപ്പോൾ അതൊന്ന് ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് ഒരിത്തിരി ഫ്ലെയിം നമുക്ക് കൂട്ടി കൊടുക്കാം. എന്നിട്ടൊരു 3-4 മിനിറ്റ് ഇതൊന്ന് ഇങ്ങനെ വഴറ്റിയെടുക്കുകയാണ് വേണ്ടത്. ഇതിപ്പോൾ ഞാനൊരു 3-4 മിനിറ്റ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏതാണ്ട് വെള്ളമൊക്കെ വറ്റി ഇപ്പം ഒരു ഡ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇത് ഉടനെ തന്നെ വേറൊരു പാത്രത്തിലോട്ട് മാറ്റരുത്. കുറച്ച് സമയം ഈ ഒരു പാനിൽ തന്നെ കിടക്കണം. എന്നിട്ടൊന്ന് ആ ഒരു ചൂട് വിട്ടതിന് ശേഷം മാത്രം മാറ്റും. അപ്പോൾ ബാക്കിയുള്ള ഒരു വെള്ളം കൂടി നന്നായിട്ട് വറ്റി വരും. നല്ല മൊരിഞ്ഞ പരുവത്തിലായി വരും.
അങ്ങനെ നല്ല രുചിയേറിയ ചേന മെഴുക്കുവരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളാണ്, ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ചേന കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത്, പിന്നെ ഒന്ന് മുളക് പൊടിയിൽ ഒന്ന് മൂപ്പിച്ചെടുക്കുക മാത്രമാണ് ചെയ്യുന്നത്. നല്ല ടേസ്റ്റാണ്. വെറും ചോറിൻ്റെ കൂടെ ഒരു തൈരും ഈ മെഴുക്കുവരട്ടി ഉണ്ടെങ്കിൽ തന്നെ നല്ല കുശാലായിട്ട് നമുക്ക് ചോറ് കഴിക്കാവുന്നതാണ്. അപ്പോൾ ഇത് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം, എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് തന്നെ അറിയിക്കണം. അപ്പോൾ അടുത്ത റെസിപ്പിയുമായി കാണുന്നവരെ ബൈ.